പാസീവ് വോയിസ്. ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സംഭവമാണ് ആക്റ്റീവും ആൻഡ് പാസീവും. അതായത് ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അയാൾ തന്നെയാണത് ചെയ്യുന്നതെങ്കിൽ, അതായത് അല്ലെങ്കിൽ സബ്ജക്റ്റായിട്ട് ആരുടെയെങ്കിലും പേര് പറഞ്ഞാണ് സെൻറ്റൻസ് തുടങ്ങുന്നതെങ്കിൽ അതിന് ആക്റ്റീവ് വോയിസ് എന്ന് പറയും. അല്ലെങ്കിൽ ഇനി പാസീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ്ജക്റ്റിനേക്കാൾ പ്രാധാന്യം പ്രവൃത്തിയുടെ ഫലത്തിനാണെങ്കിൽ, അതായത് എന്തു പരിപാടിയാണോ നടന്നത് അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ പാസീവ് വോയിസ് പറയും. ചെയ്ത ആൾക്കാണോ പ്രാധാന്യം അതോ ചെയ്ത കാര്യത്തിനാണോ പ്രാധാന്യം? ഇതാണ് ഇവിടുത്തെ വ്യത്യാസം. ആൾക്കാണ് പ്രാധാന്യമെങ്കിൽ ആക്റ്റീവും, അത് സംഭവിച്ച കാര്യത്തിനാണ് പ്രാധാന്യമെങ്കിൽ, സംഭവിച്ച പ്രവർത്തിക്കാണ് പ്രാധാന്യമെങ്കിൽ അത് പാസീവ് വോയിസും ആയിരിക്കും. അതിനൊരു ഉദാഹരണം പറയാം. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഒരുപാട് വളച്ചു ചുറ്റിയൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതായത് എന്നും പറയുന്നൊരു സെൻറ്റൻസാണ് രാമൻ രാവണനെ കൊന്നു. എന്നിട്ട് നേരെ തിരിച്ചുവിടും രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇങ്ങനെയൊരു സെൻറ്റൻസ് മലയാളത്തിൽ എവിടെയെങ്കിലും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതായത് ഒരു ഔദ്യോഗിക ഭാഷയിൽ നമ്മൾ എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നമ്മൾ എന്താ പറഞ്ഞേ? രാവണൻ മരിച്ചു, രാവണനെ കൊന്നു, ഇങ്ങനെയല്ലേ പറയുള്ളൂ. രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മൾ പറഞ്ഞേക്കുന്നത് രാവണൻ കൊല്ലപ്പെട്ടു, രാമൻ രാവണനെ കൊന്നു. ഇങ്ങനെ രണ്ട് കാര്യങ്ങളെ നമ്മൾ പറയുള്ളൂ. രാമൻ രാവണനെ കൊന്നു എന്ന് നമ്മൾ പറയും, ഇല്ലെങ്കിൽ രാവണൻ കൊല്ലപ്പെട്ടു. രാമൻ രാവണനെ കൊന്നു എന്ന് പറയുമ്പം രാമന് പ്രാധാന്യം കൊടുക്കുക, രാമനാണ് കൊന്നത്. രാവണൻ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പം രാവണൻ്റെ ബുദ്ധിമുട്ടുകളോ നേരിട്ടുകൊണ്ടിരുന്ന ആൾക്കാർ ആരൊക്കെയാണോ അവർക്ക് പ്രധാനപ്പെട്ടത് രാവണൻ കൊല്ലപ്പെട്ടു എന്ന കാര്യമാണ്. അപ്പം രാവണനെ കൊന്നു എന്നേ അവർ പറയുള്ളൂ. അല്ലെങ്കിൽ രാവണൻ കൊല്ലപ്പെട്ടു. വ്യത്യാസം കണ്ടോ? ഇതുപോലെയല്ല. ഞാൻ ചെടി നട്ടു എന്ന് പറയുന്നതും ചെടി നട്ടു അത് പാസീവാ. ചെടി നട്ടു എന്ന് പറഞ്ഞാൽ കാരണം ആരാന്ന് പറയുന്നില്ല. ആ ചെടി നട്ടു എന്ന ട്രീ വാസ് പ്ലാന്റഡ്. എല്ലാം. കാർ ഓടിച്ചു, അവിടെ ഡ്രൈവർക്ക് പ്രാധാന്യമില്ല. കാരണം ആ കാർ എൻ്റെ പ്രധാനപ്പെട്ടതാണ്, എനിക്ക് വളരെ പ്രധാനപ്പെട്ടാണ്. കാർ ഓടിച്ചു, എൻ്റെ കാർ ഓടിച്ചു. അയാൾ എൻ്റെ കാർ ഓടിച്ചു എന്ന് പറയുമ്പം സംഭവം ആക്റ്റീവായി. ഇത് തന്നെ ക്വസ്റ്റ്യനിലും. കാരണം നമ്മൾ ചോദിക്കുക, നീ അത് ചെയ്തോ? ഡിഡ് യു പെർഫോം ദാറ്റ് വർക്ക്? നീ ആ വർക്ക് ചെയ്തോ? നിനക്ക് ആ വർക്ക് ചെയ്ത് കിട്ടിയോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടല്ലേ? നിനക്ക് ആ വർക്ക് ചെയ്ത് കിട്ടിയോ? ആദ്യത്തത് നീ വർക്ക് ചെയ്തോ, നീ ആ വർക്ക് ചെയ്തോ. രണ്ടാമത്തത് നിനക്ക് ആ വർക്ക് ചെയ്ത് കിട്ടിയോ, നിന്നിലേക്കത് സംഭവിച്ചോ. ആദ്യത്തത് ചെയ്ത ആളോടാ ചോദിക്കുന്നത്, നീ വർക്ക് ചെയ്തോ. രണ്ടാമത്തേലോ നിനക്കത് ചെയ്ത് കിട്ടിയോ എന്നാ. ഇങ്ങോട്ടാ വരുന്നത്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. കാരണം ആക്റ്റീവും പാസീവും തമ്മിൽ, ഒന്ന് ചെയ്ത ആൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണെങ്കിൽ ആക്റ്റീവും, അല്ലെങ്കിൽ പ്രവർത്തിച്ച് ആ സംഭവിച്ച കാര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ പാസീവുമാണ്. അതായത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ഡിഡ് യു പെർഫോം ദാറ്റ് വർക്ക്, നീ ആ വർക്ക് ചെയ്തോ. ഇനി അത് പാസീവിലാണെങ്കിലോ
വെർ യു പെർഫോംഡ് ദാറ്റ് വർക്ക്. അതായത് നിനക്ക് ആ വർക്ക് ചെയ്ത് കിട്ടിയോ? അല്ലെങ്കിൽ ഹാവ് യു ടേക്ക് യുവർ ഫുഡ്, നീ നിന്റെ ആഹാരം കഴിച്ചോ? ഹാവ് യു ടേക്കൺ യുവർ ഫുഡ്, നീ ആഹാരം കഴിച്ചോ? ഹാവ് യു ബീൻ ടേക്കൺ ദ ഫുഡ്, അതായത് നിനക്ക് ആഹാരം കിട്ടിയോ? ആദ്യത്തിനകത്ത് നീ ആഹാരം കഴിച്ചോ, നീ ചെന്ന് ആഹാരം എടുത്ത് കഴിച്ചോ. രണ്ടാമത്തേനകത്ത് ചോദിക്കുന്നത് നിനക്ക് ആഹാരം കിട്ടിയോ, അതായത് ആഹാരം നിനക്കാരെങ്കിലും കൊണ്ടുവന്ന് തന്നോ? ഹാവ് യു ബീൻ ടേക്കൺ ദ ഫുഡ്. കണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ സംഭവങ്ങളെല്ലാം മാറുന്നത്. ഇതാണ് ഇതിനകത്ത് ഈ ആക്റ്റീവും പാസീവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം.